കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാമിന് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പ്രിൻസിപ്പൽ കൃത്യമായ കാര്യങ്ങൾ നിതിൻ രാജിന്റെ രക്ഷിതാക്കളെ ബോധിപ്പിച്ചില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. അവസാന നിമിഷം റാമും നിതിൻ രാജുമായി ഒരു സംസാരവും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ലോണാപ്പുകാരുടെ ഭീഷണിയാണ് നിതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിതിനെ ചോദ്യം ചെയ്തപ്പോൾ ഡോക്ടർ റാമും പ്രൊഫസർ സംഗീത നമ്പ്യാരും ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും ജാതി അധിക്ഷേപം നടത്തിയില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. പ്രോസിക്യൂഷനും നിതിൻ രാജിന്റെ പിതാവിന്റെ അഭിഭാഷകനും പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എതിർത്തു. റാമിനെതിരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായ അതിക്രമം തടയൽ നിയമം നിലനിൽക്കുമെന്ന് വാദിഭാഗം. ഡോക്ടർ റാം OBC വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അധ്യാപകരിൽ നിന്ന് ജാതി അധിക്ഷേപം ഉണ്ടായതായി നിതിൻ രാജ് സഹോദരിമാരായ നിഖിത, രാഗി എന്നിവരോട് ഫോണിലും നേരിട്ടും പറഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ. കുറ്റക്കാരനാണ്, പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്ന രീതിയിലേക്കാണ് പ്രോസിക്യൂഷന്റെ വാദം. ഏതായാലും ആ വാദം കോടതി അംഗീകരിക്കുമെന്നാണ് തോന്നുന്നത്. രണ്ടാം പ്രതിയായ സംഗീത ടീച്ചർക്കെതിരായിട്ടും ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനോടും സഹോദരിയോടും പറഞ്ഞ മൊഴിയും കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ നിതിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സഹതാപത്തിന് വേണ്ടി ചാടിയതാണെന്ന് റാം അധിക്ഷേപിച്ചു. ഇത് സംബന്ധിച്ച സഹപാഠികളുടെ മൊഴിയുണ്ടെന്നും പ്രോസിക്യൂഷൻ. ആ കുട്ടി ഒരു സിമ്പതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പോലും വളരെ മോശമായ രീതിയിൽ പറഞ്ഞതായിട്ട്, അത് കേട്ടതായിട്ട് ഈ നിതിൻ രാജിന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി പറഞ്ഞിട്ട് മറ്റൊരു കുട്ടിയും കേട്ടതായി മൊഴി കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.